Dear students, welcome to International Economics. In the last classes, we have discussed about some of the points that is related to arguments against free trade and arguments for free trade. Okay, ഇത്തരത്തില് ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ് ഫ്രീ ട്രേഡ് പറയുന്ന സമയത്ത് നമുക്കറിയാൻ സാധിക്കും കൂടുതലായിട്ട് അവിടെ പ്രൊട്ടക്ഷൻ പോളിസീസ് ഒരു ഗവൺമെന്റ് ആ ഒരു രാജ്യത്തിനകത്തുള്ള ഡൊമസ്റ്റിക് കൺസംഷൻ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള പോളിസീസ് ഫോം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ അത്തരം പ്രൊട്ടക്ഷൻ പോളിസീസ് നിലനിൽക്കുന്ന സമയത്ത് അവിടെ എന്താണ് കുറെ അധികം ടാരിഫ്സ് അതുപോലെ തന്നെ ഇമ്പോർട്ട് കോട്ടാസ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ട് ഒരു പ്രൊട്ടക്ഷൻ പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ ആൻഡ് എക്സ്പോർട്ട് പ്രൊമോഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. അപ്പോൾ ഈ എക്കണോമിയെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഫോറിൻ ട്രേഡ് പോളിസീസ് ഒക്കെ ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത്തരത്തില് ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഏതെല്ലാം ട്രേഡ് റെസ്ട്രിക്ഷൻസ് ആണ് ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ദാറ്റ് ഈസ് ട്രേഡ് റെസ്ട്രിക്ഷൻസ്. പ്രധാനമായിട്ടും ഈ ട്രേഡ് റെസ്ട്രിക്ഷൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, താരിഫ് ബാരിയേഴ്സ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്. Okay, restrictions on international movement of goods and services can be divided into tariff barriers and non-tariff barriers. Okay, tariff barriers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം എന്താണ് ഈ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റീസിന് മുകളിൽ ഒരു സ്പെസിഫൈഡ് ടാക്സ് ചുമത്തുന്നതിനെയാണെന്ന് പറയും താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ ടാക്സ് അല്ലാതെ ചില കോട്ടാസ് അല്ലെ ഒരു കമ്മോഡിറ്റി ഇത്ര കമ്മോഡിറ്റി മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കൂ ആ ക്വാണ്ടിറ്റിയിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവരികയാണെങ്കിൽ താരിഫ് ബാരിയേഴ്സ്. അതേപോലെ തന്നെ കുറെ അധികം മറ്റു നോൺ താരിഫ് ബാരിയേഴ്സുകളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഈ ഒരു പ്രൊട്ടക്ഷൻ പോളിസി ഫോം ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമായിട്ടും രണ്ട് ബാരിയറുകൾ ട്രേഡ് ബാരിയേഴ്സ് ആണ് നിലനിൽക്കുന്നത്. ദാറ്റ് ഈസ് താരിഫ് ബാരിയേഴ്സ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്. Then a tariff is a tax put on goods imported from abroad. The effect of a tariff is to raise the price of the imported product. അല്ലേ? ഇപ്പോ നമുക്കറിയാം താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് എന്താണ് ഇറ്റ് ഈസ് എ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദ ഇമ്പോർട്ട് ഗുഡ്സ് ദാറ്റ് ഈസ് ഇമ്പോർട്ടഡ് ഫ്രം അബ്രോഡ്. അല്ലെ, പുറം രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റീസിന് മുകളിൽ ചുമത്തുന്ന ടാക്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് താരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, ദ എഫക്ട് ഓഫ് താരിഫ് ഈസ് ടു റൈസ് ദ പ്രൈസ് ഓഫ് ദ ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ്. എന്താണ് ഈ താരിഫ് ചുമത്തുന്നത് കൊണ്ട് സംഭവിക്കുക? ഒരു താരിഫ് ചുമത്താണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റീസിന്റെ വില വർദ്ധിക്കും. ടാക്സ് ഇമ്പോസ് ചെയ്യും. ടാക്സിന്റെ എഫക്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അല്ലെ. ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന എന്താണ്ടാവുക ആ കമ്മോഡിറ്റിയുടെ വില വർദ്ധിക്കും. അതുകൊണ്ട് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുകൾക്ക് എന്ത് ഗുണം ഉണ്ടാവുന്നത്? ഇപ്പോ താരിഫ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ കമ്മോഡിറ്റിക്ക് കൂടുതലായിട്ട് പ്രൈസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. സ്വാഭാവികമായിട്ടും ആ ഡൊമസ്റ്റിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റീസിന്റെ വില എന്താണ് അതിനനുസരിച്ചിട്ട് ഉയർത്തേണ്ടതായിട്ട് വരും. അതിന്റെ ഗുണം ആർക്കാ ലഭിക്കുക? ഈ ഡൊമസ്റ്റിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന് അതിന്റെ ഗുണം ലഭിക്കും. ഓക്കെ, സോ താരിഫ് ഇമ്പോസ് ചെയ്യുക വഴി അത് ഈ ഒരു ഡൊമസ്റ്റിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റീസിന് കുറേയധികം ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ട് കുറയുകയും ചെയ്യും, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കൺസംഷൻ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്മോഡിറ്റീസിന്റെ വില വർദ്ധിക്കുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് അതിൽ നിന്ന് ഗെയിൻ ആണ്. ഓക്കെ, ദെൻ ഇറ്റ് helps domestic producers of similar products to sell them higher prices. നമ്മൾ already പറഞ്ഞു കഴിഞ്ഞു. Then the money received from the tariff is collected by the domestic government. അതായത് താരിഫ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ലഭിക്കുന്ന റവന്യൂ ആർക്കാ പോവാ? ഏത് ഗവൺമെന്റ് ആണോ ആ താരിഫ് ചുമത്തുന്നത് ആ ഗവൺമെന്റിന്റെ റവന്യൂ ആയിട്ട് അത് മാറും. An import tariff is a duty on import commodities and export tariff is the duty of export commodities. Okay, രണ്ട് തരത്തിലുള്ള താരിഫുകളാണ് ഇമ്പോർട്ട് താരിഫ് അതുപോലെ തന്നെ എക്സ്പോർട്ട് താരിഫ്. ഇമ്പോർട്ട് താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റീസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഒരു സോഫ്റ്റ്വെയർ ഇമ്പോർട്ട് ചെയ്യാം അല്ലെ, സോഫ്റ്റ്വെയർ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കുകയാണ്. അപ്പൊ അതിന് മുകളിൽ ടാക്സ് ചുമത്തുന്നുണ്ടെങ്കിൽ എന്താണ് ദാറ്റ് ഈസ് ഇമ്പോർട്ട് താരിഫ് അല്ലെ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്മോഡിറ്റി, ഇപ്പോൾ ഒരു കാർ നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാണ്, അപ്പൊ അതിന് മുകളിൽ ഇങ്ങോട്ട് ബൗണ്ടറി കടക്കുന്ന സമയത്ത് എന്താണ് അവിടെ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് ചുമത്തുന്ന കമ്മോഡിറ്റീസിന് മേളിൽ ചുമത്തുന്ന ടാക്സിനെയാണ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് താരിഫ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇമ്പോർട്ടിന് ഇറക്കുമതിക്ക് മുകളിൽ ചുമത്തുന്ന ടാക്സ് ആണ് ഇമ്പോർട്ട് താരിഫ്. ദെൻ കയറ്റുമതിക്ക് മുകളിൽ എക്സ്പോർട്ട് താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കയറ്റുമതി ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ആയാലും അതുപോലെ തന്നെ മറ്റു കമ്മോഡിറ്റീസ് ആണെങ്കിലും അത് എക്സ്പോർട്ട് ചെയ്യും, മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് കുറേയധികം ടാക്സ് ചുമത്തുന്നുണ്ടാവും. അതിനെയാണെന്ന് പറയുന്നത് എക്സ്പോർട്ട് താരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും താരിഫില് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാം. പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, താരിഫ് ബാരിയേഴ്സ് ആൻഡ് നോൺ താരിഫ്. ട്രേഡ് ബാരിയേഴ്സിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, താരിഫ് ബാരിയേഴ്സ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്. അതിൽ താരിഫ് ബാരിയർ എന്ന് പറഞ്ഞാൽ താരിഫ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് എന്താ കമ്മോഡിറ്റീസിന്റെ വില വർദ്ധിക്കും. വില വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താ ആ ഡൊമസ്റ്റിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർക്ക് കൂടുതൽ വില അല്ലെങ്കിൽ കമ്മോഡിറ്റീസിന് വില വർദ്ധിക്കും. അത് പ്രൊഡ്യൂസേഴ്സിന് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് ഗുണകരമായിട്ട് മാറും. Then it helps domestic producers to similar products to sell them at higher prices. Then money received from the tariff is collected by the domestic government. താരിഫ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ലഭിക്കുന്ന റവന്യൂ അത് ഡൊമസ്റ്റിക് ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാജ്യമാണോ ഇമ്പോർട്ട് ഡ്യൂട്ടി ചുമത്തുന്നത് ആ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ റവന്യൂ ആയിട്ട് അത് മാറും. Okay, then import tariff is duty import commodities and export tariff is a duty on export commodities. ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റീസിന് ചുമത്തുന്ന താരിഫിനെ നമ്മൾ എന്താന്ന് പറയാ, ദാറ്റ് ഈസ് ഇമ്പോർട്ട് താരിഫ് എന്നും അതുപോലെ തന്നെ എക്സ്പോർട്ട് താരിഫ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. Then tariffs can be ad valorem, specific or compound. This is the different types of tariffs ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് താരിഫ് ബാരിയേഴ്സ് പറയുന്ന സമയത്ത് പറയും it can be ad valorem, സ്പെസിഫിക് ഓർ കോമ്പൗണ്ട് താരിഫ്. അഡ്വലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മോഡിറ്റീസിന്റെ ക്വാണ്ടിറ്റീസിന് മുകളിൽ ചുമത്തുന്നതിന് അഡ്വലർ എന്ന് പറയുക. സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്മോഡിറ്റീസിന് മുകളിൽ ചുമത്തുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ഈ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് താരിഫിന് വരുന്നത്. Then an ad valorem tariff is expressed as a fixed percentage of the value of the trade commodity. ad valorem tax എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മോഡിറ്റിയുടെ വാല്യൂവിന് മുകളിലാണ് ചുമത്തുന്നത്. അല്ലെ, എത്ര കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റീസ് എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ad valorem ഡ്യൂട്ടീസ് ചുമത്തുന്നത്. Then for example, if the US government decides to levy 10% ad valorem duty on $100 per bicycles that the US imports from India, the importer will have to pay $10 for each bicycle that the imports from India. Okay, അതായത് US ചുമത്താണ് 10% ഒരു ad valorem ഡ്യൂട്ടി ചുമത്താണെന്നുണ്ടെങ്കിൽ, അതായത് ബൈസൈക്കിൾസ് എത്രയാണ് $100 അല്ലെ, $100 ബൈസൈക്കിൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് എത്രയാണ് 10% ടാക്സ് ചുമത്തുന്നത്. 10% ടാക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂവിന് മുകളിലാണ് ചുമത്തുന്നത്. 100 ബൈസൈക്കിളിന്റെ വാല്യൂവിന് മുകളിൽ 10% ടാക്സ് ചുമത്തുന്നു. അപ്പോൾ ഓരോ ബൈസൈക്കിളിനും എത്രയാണ് $10 വെച്ചുകൊണ്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കേണ്ടതായിട്ട്. ഇന്ത്യയിൽ നിന്ന് US എക്സ്പോർട്ട് ചെയ്യുന്നതാണ്, അവിടെ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഗവൺമെന്റിന് ഈ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി എന്താണ് ഇമ്പോർട്ട് ഡ്യൂട്ടി ആയിട്ട് $10 നൽകേണ്ടതായിട്ട്. ഓക്കെ, ദെൻ ദ സ്പെസിഫിക് താരിഫ്. അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ad valorem ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ കമ്മോഡിറ്റിയുടെ വാല്യൂവിന് മുകളിലാണ് ചുമത്തുന്നത്. എത്ര കമ്മോഡിറ്റി എക്സ്പോർട്ട് ചെയ്യുന്നത്, എത്ര ക്വാണ്ടിറ്റി എക്സ്പോർട്ട് ചെയ്യുന്നു അല്ലെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ad valorem ഡ്യൂട്ടീസ് ചുമത്തുന്നത്. Then specific tariff എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, it is expressed as a fixed sum per physical unit of traded commodity. Here is the specific duty is specified as $5. Then customs officials have to collect $5 for each bicycle that is imported to US from India, irrespective of its price. അപ്പോൾ ഇവിടെ പ്രൈസിന് മുകളിലുള്ള കമ്മോഡിറ്റീസ് സ്പെസിഫിക് താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെ, എത്ര എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ താരിഫ് ചുമത്തുന്നത്. അപ്പൊ ബൈസൈക്കിളുകൾ $100 എന്ന് പറയുന്ന സമയത്ത് അവിടെ 10 ബൈസൈക്കിളുകളാണ് അവിടെ എന്ത് ചെയ്യുന്നത് മറ്റു US ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനും എത്ര ടാക്സ് വരുന്നു, ഒരു ബൈസൈക്കിളിന് എത്ര ടാക്സ് വരുന്നു, ദാറ്റ് ഈസ് സ്പെസിഫിക് ഡ്യൂട്ടി. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ad valorem എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്മോഡിറ്റിയുടെ വാല്യൂവിന് മുകളിൽ ചുമത്തുന്ന ടാക്സിനെയാണ് എന്ന് പറയുക ad valorem താരിഫ് എന്ന് പറയുന്നത്. ദെൻ സ്പെസിഫിക് താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്മോഡിറ്റീസിന്റെ എണ്ണത്തിന് മുകളിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മുകളിൽ ചുമത്തുന്നതാണ് ഈ സ്പെസിഫിക് ടാക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, then a compound tariff is the combination of the ad valorem and specific tariff. Finally, compound duty of $15 on the bicycle imported to US will lead to customs official to collect $5 as the specific part of the compound duty and 10, that is 10% of each 100 bicycle as the ad valorem part of the compound duty. Okay, അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഈ ad valorem അതുപോലെ തന്നെ സ്പെസിഫിക് താരിഫ് ചേർന്നാണെന്ന് പറയുന്നത് കോമ്പൗണ്ട് ഡ്യൂട്ടി അഥവാ കോമ്പൗണ്ട് താരിഫ് എന്ന് പറയുന്നത്.
ഓക്കെ, നമുക്കറിയാം ഇവിടെ 5% സ്പെസിഫിക് ടാക്സ് ചുമത്തുന്നുണ്ട്, അതേപോലെ തന്നെ 10% അഡ്വാലറം ടാക്സും ചുമത്തുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ കോമ്പൗണ്ട് ടാക്സ് താരിഫ് എന്ന് പറയുന്നത് എന്താണ്? 15% ആണ്. ഈ 5 + 10. അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന ആ ഒരു താരിഫാണെന്ന് പറയുന്നത് കോമ്പൗണ്ട് താരിഫ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഗവൺമെന്റിന് അഡ്വാലത്തിന്റെ അടിസ്ഥാനത്തിൽ 10% താരിഫ് ലഭിക്കുന്നു, അതുപോലെ തന്നെ 5% സ്പെസിഫിക് ഡ്യൂട്ടി ആയിട്ട് ലഭിക്കുന്നു. ദെൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? രണ്ടും കൂടി ചേർന്നുകൊണ്ടുള്ള 15% കോമ്പൗണ്ട് താരിഫ് ലഭിക്കും. ഓക്കെ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. 3 ടൈപ്പ് ഓഫ് താരിഫുകൾ: അഡ്വാലറം, സ്പെസിഫിക്, അതുപോലെ തന്നെ കോമ്പൗണ്ട്. അഡ്വാലറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മോഡിറ്റീസിന്റെ വാല്യൂവിന് മുകളിൽ ചുമത്തുന്ന ഡ്യൂട്ടിയാണ്. ദെൻ സ്പെസിഫിക് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു കമ്മോഡിറ്റിയുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, എത്ര എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഡ്യൂട്ടി ചുമത്തുന്നതിനെയാണെന്ന് പറയുന്നത് സ്പെസിഫിക് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ദെൻ ഇത് രണ്ടും കൂടി ചേർന്നാണ് എന്ത്? കോമ്പൗണ്ട് ഡ്യൂട്ടി ഓർ കോമ്പൗണ്ട് താരിഫ്. ഓക്കെ, ദെൻ besides these classifications, tariff can be classified as protective and a revenue tariff. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ 3 ടൈപ്പ് ഓഫ് താരിഫുകൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന താരിഫിന് പ്രൊട്ടക്റ്റീവ് താരിഫും റവന്യൂ താരിഫും. Okay, protective tariffs are put in place specifically to make foreign goods more expensive to protect domestic industry from competition. Protective tariff എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? That is, are put in place specifically to make foreign goods more expensive, protect domestic industry from foreign competition. അല്ലെ, അത് ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്ന് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കമ്മോഡിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയാണ് ഒരു പ്രൊട്ടക്റ്റീവ് താരിഫ് ഇമ്പോസ് ചെയ്യുന്നത്. എങ്ങനെ ഇത് പ്രൊട്ടക്ഷൻ വരുത്താം? സ്വാഭാവികമായിട്ട് കൂടുതൽ താരിഫ് ചുമത്തുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടഡ് കമ്മോഡിറ്റീസിന്റെ വില വർദ്ധിക്കും. ഇമ്പോർട്ടഡ് കമ്മോഡിറ്റീസിന്റെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ട് അതിന്റെ കൺസംഷൻ കുറയും. ഡൊമസ്റ്റിക് ആയിട്ട് കൺസംഷൻ കുറഞ്ഞാൽ എന്താണ്? സ്വാഭാവികമായിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ട് കുറയുന്ന ഒരവസ്ഥ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഡൊമസ്റ്റിക് കൺസംഷൻ, ഡൊമസ്റ്റിക് ആയിട്ടുള്ള കമ്മോഡിറ്റീസിന്റെ കൺസംഷൻ വർദ്ധിക്കുകയും ഫോറിൻ ഗുഡ്സിന്റെ കൺസംഷൻ കുറയുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തില് എക്കണോമിയുടെ കമ്മോഡിറ്റീസിന്റെ പ്രൊട്ടക്ഷനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്താനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റീവ് താരിഫ്സ്. The next is revenue tariff are put in place to raise the money for the government. It all depends on the intention of the government that implements tariff. റവന്യൂ താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് ചുമത്തുന്നത്? ഗവൺമെന്റിന്റെ റവന്യൂ വർദ്ധിപ്പിക്കുക, ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് കമ്മോഡിറ്റീസിന് മുകളിൽ ഇന്റർനാഷണൽ ട്രേഡ് നടത്തുന്ന സമയത്ത് കമ്മോഡിറ്റീസിന് മുകളിൽ ചുമത്തുന്ന നികുതിയെയാണ് എന്ന് പറയുന്നത് റവന്യൂ താരിഫ് എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും താരിഫുകൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: പ്രൊട്ടക്റ്റീവ് ആൻഡ് റവന്യൂ താരിഫ്. പ്രൊട്ടക്റ്റീവ് താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടി, സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് കമ്മോഡിറ്റീസിന്, ഇന്റർനാഷണൽ ട്രേഡ് നടത്തുന്ന കമ്മോഡിറ്റീസിന് മുകളിൽ ചുമത്തുന്ന താരിഫിനെ എന്ന് പറയും പ്രൊട്ടക്റ്റീവ് താരിഫ് എന്ന് പറയും. ദെൻ റവന്യൂ താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ റവന്യൂ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളമായിട്ട് ടാക്സ് ഒക്കെ ചുമത്തുന്നതിന് എന്ന് പറയാം ഈ ഒരു റവന്യൂ താരിഫ് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ നമ്മൾ റവന്യൂ താരിഫ് ഒക്കെ ഫോർ എക്സാമ്പിൾ ഒക്കെ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പെട്രോളിയം പ്രൈസ് ഒക്കെ അല്ലെ, പെട്രോളിയത്തിന്റെ മുകളിൽ ചുമത്ത ടാക്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ പ്രധാനമായിട്ടുള്ള റവന്യൂവിന്റെ ഭാഗമാണ്. മറ്റുള്ള ഖത്തർ പോലുള്ള ഒപെക് കൺട്രീസിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന പെട്രോളിയം പ്രൊഡക്ട്സിന് ധാരാളമായിട്ട് എന്താണ് ഇമ്പോർട്ട് ഡ്യൂട്ടി ചുമത്തുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റിന് അതിന്റെ ഒരു ഭാഗം എന്താണ് റവന്യൂ ആയിട്ട് മാറും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പ്രൊട്ടക്റ്റീവ് ആൻഡ് റവന്യൂ താരിഫ്സ്. Then non-tariff trade barriers. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് ട്രേഡ് ബാരിയറുകൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു: താരിഫ് ആൻഡ് നോൺ താരിഫ്. താരിഫിലാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Then next is non-tariff trade barriers. Non-tariff trade barriers are trade barriers that restrict imports but are not in the usual form of tariff. Some common examples of non-tariff barriers are anti-dumping measures and countervailing duties, which although called the non-tariff barriers have the effect of tariffs when they are enacted. Okay, non-tariff barrier എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടെ താരിഫ് അല്ല ചുമത്തുന്നത് അല്ലെ, അതായത് ടാക്സ് ഉപയോഗിച്ചുകൊണ്ടല്ല ട്രേഡ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത്. അവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇൻ ദ ഫോം ഓഫ് ആന്റി ഡംപിംഗ് മെഷേഴ്സ്. ആന്റി ഡംപിംഗ് മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റുള്ള രാഷ്ട്രങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുത്തുക അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ആന്റി ഡംപിംഗ് മെഷേഴ്സ് അതാണ് ഈ ഒരു നോൺ താരിഫ് ബാരിയേഴ്സിൽ പ്രധാനമായിട്ടും ഗവൺമെന്റ്സ് കൈക്കൊള്ളുന്നത്. ഓക്കെ, നോൺ താരിഫ് ബാരിയേഴ്സ് ടു ട്രേഡ് ഇൻക്ലൂഡ് ഇമ്പോർട്ട് ക്വാട്ടാസ്. ഇമ്പോർട്ട് ക്വാട്ടാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മോഡിറ്റീസ് ഇമ്പോർട്ട് ചെയ്യുന്നത്, ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരിധി നിശ്ചയിക്കുക. ദാറ്റ് ഈസ് ഇമ്പോർട്ട് ക്വാട്ടാസ് അല്ലെ. ക്വാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ പരിധി നിശ്ചയിക്കുക ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊക്കെ സാധാരണ കണ്ടിട്ടുണ്ട്
ഇപ്പോൾ ഫോറിൻ കൺട്രീസിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് മാക്സിമം കൊണ്ടുപോകുന്നതിനുള്ള കമ്മോഡിറ്റീസിന്റെ അളവ് അല്ലെ 45 kg ഒക്കെ ആയിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ടാവും. അതൊക്കെ എന്താണ് ഈ ഒരു കോട്ട ഫിക്സ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ സ്വർണ്ണമൊക്കെ കടത്തുന്ന സമയത്ത് അല്ലെ ഇത്ര പവൻ മാത്രമേയാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ. അത് കൂടുതലായി കഴിഞ്ഞാൽ അത് ഇല്ലീഗലായിട്ട് മാറും. അപ്പോൾ ഇത്തരത്തിൽ കമ്മോഡിറ്റീസിന് മുകളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പരിധി നിശ്ചയിക്കുക. ദാറ്റ് ഈസ് ഇമ്പോർട്ട് കോട്ടാസ്. ദെൻ സ്പെഷ്യൽ ലൈസൻസസ് അല്ലെ, അതായത് കൂടുതലായിട്ട് മറ്റു ഇപ്പോ നമുക്ക് ചില മരുന്നുകളൊക്കെ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി പല ഡ്രഗ്സ് ഒക്കെ ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ അത്തരം കമ്മോഡിറ്റീസ് ഒക്കെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഗവൺമെന്റ് സ്പെഷ്യൽ പെർമിഷൻ വേണം. അതുപോലെ തന്നെ സ്പെഷ്യൽ ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് അത് സാധിക്കും. ദാറ്റ് ഈസ് സ്പെഷ്യൽ ലൈസൻസസ്. Then unreasonable standard for the quality of goods. Unreasonable standard for the quality of goods. നമ്മളിപ്പോ കാണാറുണ്ട് അല്ലെ, ചില കമ്മോഡിറ്റീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇപ്പോ സാധാരണ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈ തേയിലയുടെയൊക്കെ ഫാക്ടറികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ 2-3 ക്വാളിറ്റീസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സ്പോർട്ട് ക്വാളിറ്റി, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ അവിടെ എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മറ്റുള്ള രാഷ്ട്രങ്ങളിൽ വലിയ കോമ്പറ്റീഷൻ നിലനിൽക്കുന്ന ഒരു മാർക്കറ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കമ്മോഡിറ്റീസ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കമ്മോഡിറ്റി, ഒരു രാജ്യത്തു നിന്നുള്ള കമ്മോഡിറ്റിയുടെ ഗുണനിലവാരം മോശപ്പെട്ടതാണ് എന്നുള്ളതാണെങ്കിൽ അവിടെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എന്താണ് ഡിമാൻഡ് കുറയും. അപ്പൊ അത്തരം കമ്മോഡിറ്റീസ് എന്താണ് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് പാടില്ല. അവിടെ എന്താ ചെയ്യേണ്ടത്, കൂടുതൽ ക്വാളിറ്റി ഉള്ള കമ്മോഡിറ്റീസ് ആയിരിക്കണം എത്തിക്കേണ്ടത്. അപ്പോൾ അൺറീസണബിൾ സ്റ്റാൻഡേർഡ്സ് ഫോർ ദ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് അല്ലെ, അപ്പൊ അത്തരത്തിലുള്ള ക്വാളിറ്റി ഇല്ലാത്ത കമ്മോഡിറ്റീസിനൊക്കെ എന്താണ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരിക. ദെൻ ബ്യൂറോക്രാറ്റിക് ഡിലേസ് അറ്റ് കസ്റ്റംസ്. Then export customs duties, export restrictions limiting the activities of state trading, export subsidies, countervailing duties, technical barriers to trade, sanitary and phytosanitary measures, rules of origin, etc. ഇതൊക്കെ എന്താണ് നോൺ താരിഫ് ബാരിയേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, സാനിറ്ററി ആൻഡ് സൈറ്റോസാനിറ്ററി മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സുകളൊക്കെ എക്സ്പോർട്ട് ചെയ്യുകയും ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സ് എക്സ്പോർട്ട് ചെയ്യുകയും ഇമ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്ന ട്രേഡ് ബാരിയേഴ്സ് ആണ്. ഇപ്പൊ നമുക്കറിയാം പല രാഷ്ട്രങ്ങളിലും എന്താണ് നാച്ചുറൽ റിസോഴ്സിൽ അബണ്ടന്റ് ആയിരിക്കും. അപ്പൊ ആ കൺട്രി കൂടുതലായിട്ട് ചൂഷണം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ ഒരു കമ്മോഡിറ്റിയിൽ വലിയ തോതിൽ കുറവുണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള കുറവുകളൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അവിടെ കുറെ അധികം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാണ്. ദാറ്റ് ഈസ് സാനിറ്ററി ആൻഡ് സൈറ്റോ സാനിറ്ററി മെഷേഴ്സ്. ഓക്കെ, അപ്പോ ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള നോൺ താരിഫ് ട്രേഡ് ബാരിയേഴ്സ് ആയിട്ട് നിലനിൽക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടാക്സ് അല്ലാതെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമ്മോഡിറ്റീസിന്റെ മൂവ്മെന്റിൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന റെസ്ട്രിക്ഷൻസ്, അവിടെ പ്രൈസിൽ വരുന്ന വ്യത്യാസം കൊണ്ടല്ല, മറ്റുള്ള ചേഞ്ചസ് കൊണ്ട്, മറ്റുള്ള കാര്യങ്ങളുടെ വ്യത്യാസം വരുത്തിക്കൊണ്ട് ട്രേഡ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നതിനാണ് നോൺ താരിഫ് ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറയും. ഇതിൽ പ്രത്യേകമായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം ഇതാണ്, ഇമ്പോർട്ട് ക്വാട്ടാസ്, സ്പെഷ്യൽ ലൈസൻസസ്, അൺറീസണബിൾ സ്റ്റാൻഡേർഡ് ഫോർ ദ ക്വാളിറ്റി ഓഫ് ഗുഡ്സ്, ബ്യൂറോക്രാറ്റിക് ഡിലേസ് അറ്റ് കസ്റ്റംസ്, എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ലിമിറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റേറ്റ് ട്രേഡിംഗ്, എക്സ്പോർട്ട് സബ്സിഡീസ്, countervailing duties, technical barriers to trade, sanitary and phytosanitary measures, rules of origin, etc. ഇതൊക്കെ ഈ ഒരു നോൺ താരിഫ് ബാരിയേഴ്സിന് എക്സാമ്പിളുകളാണ്. ഓക്കെ, then that is all about the trade barriers or trade restrictions. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പരിചയപ്പെട്ടത് ട്രേഡ് ബാരിയേഴ്സിനെ കുറിച്ചിട്ടാണ്. അതിൽ പ്രധാനമായിട്ട് 2 ടൈപ്സ് ഓഫ് ബാരിയറുകളുണ്ട്, താരിഫ് ബാരിയേഴ്സ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്. ഓക്കെ, താരിഫ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ട്രേഡ് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നതാണ്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്രേഡ് ബാരിയേഴ്സ് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, താരിഫ് ബാരിയേഴ്സ് അതുപോലെ തന്നെ നോൺ താരിഫ് ബാരിയേഴ്സ്. അതിൽ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ്, 3 തരത്തില് താരിഫ് ബാരിയേഴ്സ് ഇമ്പോർട്ട് ചുമത്താവുന്നതാണ്. ദാറ്റ് ഈസ് അഡ്വലറം ആൻഡ് സ്പെസിഫിക് ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ കോമ്പൗണ്ട് ഡ്യൂട്ടീസ്. അപ്പൊ ഈ രീതിയിലൊക്കെ താരിഫ് ബാരിയേഴ്സ് ഇമ്പോർട്ടിന് മുകളിൽ അതുപോലെ തന്നെ ട്രേഡ് ചെയ്യുന്ന കമ്മോഡിറ്റീസിന് മുകളിൽ ചുമത്താവുന്നതാണ്. ദെൻ നെക്സ്റ്റ് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നോൺ താരിഫ് ബാരിയേഴ്സ് ആണ്. നോൺ താരിഫ് ബാരിയേഴ്സിൽ ഇത്രയും അധികം കാര്യങ്ങൾ, ക്വാട്ടാസ്, അതുപോലെ തന്നെ മറ്റുള്ള ട്രേഡ് റെസ്ട്രിക്ഷൻസ്, ലിമിറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ട്രേഡിംഗ്, എക്സ്പോർട്ട് സബ്സിഡീസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നത് എന്താണ് ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ട്രേഡ് ബാരിയേഴ്സ് പ്രധാനമായിട്ടും താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ഇനി അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട്, പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.